അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇന്ന് നമ്മളിലെ ഒരു സ്വഭാവം കാണാറുണ്ട്. എന്തെന്നറിയോ? കുട്ടികൾ എല്ലാ കാര്യത്തിലും ഫോഴ്സ് ചെയ്യുന്ന മാതാപിതാക്കൾ. പരീക്ഷയുടെ റിസൾട്ട് വരുമ്പോ അവരുടെ മാർക്സ് കാർഡ് നോക്കിയാൽ എല്ലാത്തിനും 100-100 കിട്ടണം എന്നുള്ള വാശിയുള്ള മാതാപിതാക്കൾ. ആർട്സ് കലോത്സവങ്ങൾ വരുമ്പോൾ എല്ലാ മത്സരങ്ങളിലും പങ്കെടുത്ത് അതിൽ 1ാം സ്ഥാനം തന്നെ തന്റെ കുട്ടിക്ക് കിട്ടണമെന്ന് വാശിയുള്ള മാതാപിതാക്കൾ. അത് നല്ലതാണ്. പക്ഷേ ആ വാശി പിടിക്കുന്ന സമയത്ത് നിങ്ങൾ ഒന്ന് ചിന്തിക്കണം, നിങ്ങളുടെ ബാല്യകാലത്ത് നിങ്ങൾ എങ്ങനെയായിരുന്നു? ശരിക്കും പറഞ്ഞാല് കുട്ടിയോടുള്ള നമ്മുടെ ബിഹേവാണ് ആ കുട്ടിയെ വളർത്തുന്നത്. ഒരിക്കലും നാം ഒരു കുട്ടിയെ ഒരു ലക്ഷ്യം കൊടുത്തുകൊണ്ട് ഫോഴ്സ് ചെയ്യരുത്, ഇൻജക്ട് ചെയ്യരുത്. മറിച്ച് ലക്ഷ്യം നാം ഉണ്ടാക്കിയെടുക്കണം. അവൻ എഞ്ചിനീയറിംഗ് ആണ് താല്പര്യമെങ്കിൽ അവനത് ചെയ്തോട്ടെ, അവൻ ഡോക്ടറാണ് താല്പര്യമെങ്കിൽ അവനത് ചെയ്തോട്ടെ. നേരെ മറിച്ച് എഞ്ചിനീയറിന് താല്പര്യമുള്ള കുട്ടിയെ പിടിച്ച് ഡോക്ടറാക്കാൻ ഒരിക്കലും നിങ്ങൾ പോകരുത്. നിങ്ങളുടെ വാശി പുറത്ത് നിങ്ങൾ മക്കളെ വളർത്തരുത്. മക്കളുടെ ആഗ്രഹത്തെ മൗൾഡ് ചെയ്തെടുത്തുകൊണ്ട് അവർക്ക് വേണ്ട രീതിയിലുള്ള സപ്പോർട്ട് കൊടുത്തുകൊണ്ടായിരിക്കണം നിങ്ങൾ മക്കളെ വളർത്തേണ്ടത്. SSLC പരീക്ഷയിൽ ഡിസ്റ്റിങ്ഷൻ കിട്ടാത്തതിന്റെ പേരിൽ കുട്ടികളെ വഴക്ക് പറയുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് നിങ്ങളുടെ SSLC പരീക്ഷയുടെ ആ ഒരു മാർക്സ് കാർഡ് എടുത്തൊന്ന് പുറത്തു നോക്കണം. നിങ്ങൾക്ക് എത്ര മാർക്ക് ഉണ്ടായിരുന്നു? നിങ്ങൾക്ക് ഡിസ്റ്റിങ്ഷൻ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാ കുട്ടിയെ ഇത് മാതൃകയാക്ക്. കാരണം ഓരോ കുട്ടികൾക്ക് അവരുടേതായ ഇൻട്രസ്റ്റഡ് ഫീൽഡുകൾ ഉണ്ടാകും. നാം അതിനെ കണ്ടെത്തിക്കൊണ്ട് അവർക്ക് അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്യണം. അതിലവർ ഉഷാറായി വരാൻ വേണ്ടി നാം ശ്രമിക്കണം. അള്ളാഹു നമ്മുടെ കുട്ടികളെ സ്വാലിഹീങ്ങളിൽ പെടുത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.